അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണേ. മൊത്തം ഇങ്ങ് താഴെ ഇട്ടോ ചിന്നു? താഴെ നിന്നിരുന്ന അനാമിക ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചിന്നു ഇട്ടിരിക്കുന്ന പട്ടുപാവാട ഒന്നുകൂടെ ചുരുട്ടി പിടിച്ചുകൊണ്ട് മുകളിലത്തെ കൊമ്പിലേക്ക് ചവിട്ടി അങ്ങ് കയറി. 5-6 മാങ്ങ കൂടെ ചിന്നു ഞെട്ടിയൊടിച്ച് താഴേക്കിട്ടു. അനു അത് താഴെ വീഴും മുമ്പേ കയ്യിലെ തുണി വിരിച്ച് പിടിച്ച് അതിലേക്ക് ക്യാച്ച് പിടിച്ചു. ഞെട്ടിയൊടിഞ്ഞു വീണ മാങ്ങക്ക് ഒരു മണമുണ്ട്. അത് അനുവിൻ്റെ നാസികയിലൂടെ ഇരച്ചു കയറുന്നുണ്ട്. ഒരെണ്ണം എടുത്ത് കടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അനു ആത്മസംയമനം പാലിച്ചു. ഡി കൊള്ള കൂട്ടങ്ങൾ, എത്ര തവണ പറഞ്ഞതാടി അതിൽ നിന്നും മാങ്ങ പൊട്ടിക്കരുതെന്ന്. ദൂരെ നിന്നും വർഗീസിൻ്റെ സ്വരം കേൾക്കെ അനു ഒരു നിമിഷം ഞെട്ടിപ്പോയി. പാഞ്ഞു വരികയാണ് വർഗീസ് തങ്ങൾക്ക് നേരെ. ചിന്നുവും കണ്ടിരുന്നു അന്നേരം അയാളെ. മതി ചിന്നു, ഇറങ്ങാൻ നോക്ക്, അനു പറഞ്ഞതോടെ ചിന്നു വേഗത്തിൽ ആ മരത്തിൽ നിന്നിറങ്ങി. അനുവിൻ്റെ തുണിയിൽ വീഴാതെ ഉന്നം തെറ്റി താഴെ കിടക്കുന്ന 5-6 മാങ്ങകൾ കൂടെ വേഗത്തിൽ പെറുക്കിയെടുത്ത് അവൾ ഓടി. പിന്നാലെ അനുവും. ഡി നിൽക്കടി അവിടെ! വർഗീസും അവർക്ക് പിന്നാലെ അലറിക്കൊണ്ടോടി. ആ ഒച്ചയും ബഹളവും കേട്ടിട്ടാണ് ഡേവിഡ് എഴുന്നേറ്റ് വരുന്നത്. കുരിശിങ്കൽ സെബാസ്റ്റ്യൻ്റെ വീടാണത്. അതായത് നമ്മളുടെ ഡേവിഡിൻ്റെ അപ്പൻ്റെ. പക്ഷേ സെബാസ്റ്റ്യനും ഭാര്യ മേരിയുമെല്ലാം അങ്ങ് ഓസ്ട്രേലിയയിലാണ്, മൂത്ത മകൻ ഏതനൊപ്പം. ഡേവിഡും പുറത്താണ് ബിസിനസ്. ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത്. സെബാസ്റ്റ്യൻ ആ വീടും സ്ഥലവും വാങ്ങിയിട്ട് അധികമായിട്ടില്ല, കൂടിപ്പോയ 1.5 വർഷം. പക്ഷേ കായലിനോട് ചേർന്ന് സ്വർഗം പോലൊരു സ്ഥലമാണ് അത്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയ പാടെ ഡേവിഡിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും 1 വർഷത്തോളം ഇവിടെ തന്നെയായിരുന്നു താമസം. അതിനുശേഷമാണ് അവർ മൂത്ത മകൻ്റെ അടുത്തേക്ക് പോയത്. ഡേവിഡിൻ്റെ അമ്മച്ചി മരിയക്ക് ഇപ്പോൾ എഴുത്തിനോടൊക്കെ ഒരു ചെറിയൊരു കമ്പമുണ്ട്. ചെറുതിലെ അമ്മച്ചിക്കുള്ളതാ ആ ഇഷ്ടം. ഇപ്പോൾ പിന്നെ മക്കളും പേരക്കുട്ടികളും എല്ലാമായി ഒന്ന് ഫ്രീ ആയപ്പോൾ സമയം കളയാൻ മേരി തിരഞ്ഞെടുത്തത് ഈ എഴുത്താണ്. 1-2 പുസ്തകവും സെബാസ്റ്റ്യൻ്റെ സഹായത്തോടെ മേരി പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞ കുരിശിങ്കലെ സെബാസ്റ്റ്യൻ്റെ മണവാട്ടി മേരി ഇപ്പോൾ 4 ആൾ അറിയുന്ന ഒരു എഴുത്തുകാരിയാണ്. സെബാസ്റ്റ്യൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ മക്കളോട് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എൻ്റെ പെമ്പറന്നോത്തിക്ക് സുഖമായിട്ട് ഇരുന്ന് എഴുതാൻ കാറ്റും വെളിച്ചവും ഉള്ള ഒരു സ്ഥലം വേണമെന്ന്. അപ്പച്ചനും അമ്മച്ചിയും പോയപ്പോൾ സ്ഥലവും വീടും നോക്കാൻ ഏൽപ്പിച്ചത് വർഗീസിനെയാണ്. ആൾ ഈ നാട്ടുകാരൻ തന്നെ. ഇന്നലെ വന്ന പാടെ വർഗീസിനെ ഡേവിഡ് പരിചയപ്പെട്ടിരുന്നു. ഒപ്പം കയ്യിലുള്ള കുപ്പി വെച്ച് ആളോടൊപ്പം ഒന്ന് കൂടുകയും ചെയ്തു. അതിൻ്റെ ഒരു പെരുപ്പുണ്ട് ഇന്ന് തലക്കകത്ത്. ഇന്നിപ്പോൾ ഡേവിഡ് കണ്ണു തുറന്നത് തന്നെ വർഗീസ് ആരോടോ ഒച്ച വെക്കുന്നത് കേട്ടിട്ടാണ്. ഡേവിഡ് ആ കർട്ടൻ മാറ്റി ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ വലിയ മതിലെടുത്ത് ചാടുന്ന ഒരു പെങ്കൊച്ചിനെയാണ്. ഷാൾ കൊണ്ടോ മറ്റോ അത് മുഖം മറച്ചിട്ടുണ്ട്. അവൻ്റെ കണ്ണുകളിൽ ചെറിയൊരു കൗതുകം വിരിഞ്ഞു. ഡേവിഡ് മുടിയൊന്ന് ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നതാ വർഗീസേട്ടാ ഒരു കശപിശ? അവൻ വർഗീസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ ഒന്നും പറയണ്ട കുഞ്ഞെ, മാങ്ങ കുട്ടിച്ചു കൊണ്ടുപോകാൻ കയറിയതാ 2 എണ്ണം. ഞാൻ ഓടിച്ചു വിട്ടിട്ടുണ്ട് 2നെ. ഇന്ന് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. വർഗീസ് പിറുപിറുത്തു. 2 മാങ്ങല്ലേ വർഗീസേട്ടാ, പോട്ടെന്നേ. ഡേവിഡ് പതിയെ ചിരിച്ചു. അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല മോനെ, ഇതിപ്പോൾ സ്ഥിരമാണ്. പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്ന വീടല്ലേ, തരം കിട്ടിയ കക്കാൻ ഇവറ്റ മടിക്കത്തില്ലെന്നേ. വർഗീസ് മുഷിപ്പോടെ പറഞ്ഞു. ഡേവിഡ് അതങ്ങ് ചിരിച്ചു വിട്ടു. അവൻ പിന്നെ അത് വലിയ കാര്യമാക്കാനൊന്നും പോയില്ല. ഇന്നേക്ക് ഒരാഴ്ചയായി കാലത്തെയുള്ള മെഡിറ്റേഷനും ഓട്ടവുമെല്ലാം ഡേവിഡിൻ്റെ മുടങ്ങിക്കിടക്കുന്നു. അതൊന്ന് പുതുതായി തുടങ്ങാൻ തീരുമാനിച്ചിട്ടാണ് ഡേവിഡ് അന്ന് നേരത്തെ കാലത്തെ എഴുന്നേറ്റത്. മുറിയിലേക്ക് അല്പം കാറ്റും വെളിച്ചവും കയറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഡേവിഡ് ആ പടിഞ്ഞാറ് വശത്തുള്ള ജനാല തുറന്നിട്ടത്. അന്നേരം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഡേവിഡ് ആ കാഴ്ച കണ്ടത്. മരത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇന്നലെ കണ്ടതും അവളെ തന്നെയാണെന്ന് തിരിച്ചറിയാൻ അധിക നേരമൊന്നും ഡേവിഡിന് വേണ്ടി വന്നില്ല. അവൾക്ക് കാവലായി വേറൊരുത്തി താഴെ നിൽപ്പുണ്ട്. രണ്ടും കഴിഞ്ഞ വട്ടത്തെ പോലെ മുഖം മറച്ചിട്ടുണ്ട്. വർഗീസേട്ടൻ പറഞ്ഞതുപോലെ ഇത് സ്ഥിരം പരിപാടിയാണെന്ന് ഡേവിഡിനും മനസ്സിലായി. പറമ്പിൽ നിന്ന് 2 മാങ്ങ പറിക്കുന്നത് ഒന്നും ഒരു കൊലക്കുറ്റമല്ലെങ്കിലും
ദിവസേന അന്യൻ്റെ പറമ്പിൽ അതിക്രമിച്ച് കയറുന്നത് തെറ്റാണല്ലോ. അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് ഡേവിഡും അങ്ങ് തീരുമാനിച്ചു. ഡേവിഡ് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ഡോ! ഡേവിഡ് ഒച്ചയെടുത്ത അതേ നിമിഷം വെട്ടിയിട്ട പോലെ ഒരുത്തി താഴേക്കങ്ങ് വീണു. ആ വീഴ്ച ഡേവിഡ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഒരു രസത്തിന് വിരട്ടണമെന്ന് മാത്രം കരുതിയുള്ളൂ. ഇതിപ്പം നടുവും തല്ലി വീഴുമെന്ന് ആര് കണ്ടു? ഒന്നാമതേ അത്യാവശ്യം പൊക്കത്തിൽ നിന്നാണ് വീണേ, അതൊരു പെങ്കൊച്ച്. ഡേവിഡ് ആശങ്കയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. അനുവും ചിന്നുവും പരസ്പരം നോക്കി. പിടിക്കപ്പെട്ടു എന്ന് ഏകദേശം മനസ്സിലായി ചിന്നുവിന്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മറത്ത് കത്തുന്ന അരണ്ട വെളിച്ചത്തിൽ എതിരെ വരുന്നവൻ്റെ മുഖം രണ്ടുപേർക്കും അങ്ങ് വ്യക്തമായില്ല. ചിന്നു ഒന്നും നോക്കിയില്ല. അടുത്തെത്തി എന്തോ ചോദിക്കാൻ തുടങ്ങിയ ഡേവിഡിൻ്റെ നേരേക്ക് അവൾ അവസാനത്തെ അടവങ്ങിറക്കി. നിലത്തെ മണ്ണ് ഒന്നാകെ കൈകൊണ്ട് പരതി ഒരൊറ്റ വീശൽ, അതും ഡേവിഡിന് നേരെ. ഡേവിഡിൻ്റെ കണ്ണിലേക്ക് മണ്ണടിച്ചങ്ങ് കയറി. ഓടിക്കോ! ചിന്നു അനുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. കൂട്ടത്തിൽ താഴെ ഒരു വലിയ പ്ലാസ്റ്റിക് കവറിൽ പെറുക്കി വെച്ചിരിക്കുന്ന മാങ്ങകൾ എടുക്കാനും ഇരുവരും മറന്നില്ല. കഴിഞ്ഞ വട്ടത്തെ പോലെ ഇപ്രാവശ്യവും അവർ ആ മതിൽ ചാടിയാണ് പോയത്. നീ എന്തു പണിയാ കാണിച്ച ചിന്നു? ഒരാളുടെ കണ്ണിൽ മണ്ണ് വാരിയിടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനൊന്നും ഞാൻ ഇല്ലെന്ന്. ദൈവമേ, എനിക്ക് ഓർത്തിട്ട് കയ്യും കാലും വിറക്കുന്നു. അനു ഭയത്തോടെ പറഞ്ഞു. നീ എന്തിനായി കിടന്ന് തുള്ളുന്നേ? അത് ആ ജോയിലോ മറ്റോ ആയിരിക്കും, ചിന്നു കവറിലുള്ള മാങ്ങ ഓരോന്നായി എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ പറഞ്ഞു. ചിന്നു യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. വർഗീസിൻ്റെ മോയൻ ജോയലും ഇടയ്ക്ക് അവിടുത്തെ കാര്യം നോക്കാനെല്ലാം വന്നു പോവാറുണ്ട്. ഡേവിഡിൻ്റെ അതേ പൊക്കവും വണ്ണവുമാണ് ഏകദേശം ജോയലിനും. ചിന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അനുവിന് തോന്നി അത് ജോയൽ തന്നെ ആയിരിക്കുമെന്ന്. ആ വെപ്രാളത്തിനിടയിൽ ആ മുഖം പോലും ശരിക്കും കണ്ടില്ലല്ലോ രണ്ടും. ചിന്നു എണ്ണി തിട്ടപ്പെടുത്തി വെച്ചതിൽ നിന്ന് ഒരു മാങ്ങ അനുവിന് നേരെ നീട്ടി. ഒന്നുള്ളൂ? അനു ചുണ്ടു ചുളുക്കി. ആ, ഒന്നുള്ളൂ. ചിന്നു ആ ഒരെണ്ണ അവളുടെ കയ്യിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് ആ വലിയ കവറങ്ങ് കൂട്ടിക്കെട്ടി. നാളെ ഇനിയും പോകണോ അങ്ങോട്ട്? അനു ആശങ്കയോടെ ചോദിച്ചു. ആ, നാളെ കൂടെ പോവാം. ചിന്നു ഒട്ടും ആലോചിക്കാതെ മറുപടിയും പറഞ്ഞു. അത് വേണോടി, ആ വർഗീസ് കണ്ട തീർന്നു. അനു എടുത്തു ചോദിച്ചു. ആ, വേണം. വർഗീസിൻ്റെ തറവാട് വക സ്വത്തൊന്നുമല്ലല്ലോ. ചിന്നു ചുണ്ടൊന്നു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഏകദേശം നാളത്തെ പോക്കിന് ഒരു തീരുമാനമായി. പിറ്റേന്ന് പതിവ് പോലെ രണ്ടും കൂടെ മേരിയമ്മച്ചിയുടെ സ്വർഗത്തിലേക്ക് വെച്ചു പിടിച്ചു. അന്നും എന്നത്തെയും പോലെ രണ്ടും കൂടെ ആ മതിലെടുത്ത് ചാടി. തൊട്ടടുത്ത നിമിഷം ആ മുറ്റൊട്ടാകെ ലേറ്റ് തെളിഞ്ഞു, പട്ടാപകൽ പോലെ. പക്ഷെ മുന്നിലെ കാഴ്ച കണ്ട് രണ്ടും വിളറി വെളുത്തുപോയി. ആ മുറ്റത്ത് തന്നെ ഇട്ടിരിക്കുന്ന തടി കസേരയിൽ ഇരിപ്പുണ്ട് ഒരുത്തൻ. ബ്ലാക്ക് ഷർട്ടും പാൻറ്റുമാണ് അവൻ്റെ വേഷം. ചിന്നുവിൽ തന്നെയാണ് അവൻ്റെ നോട്ടം അത്രയും. ഇന്നലെ മുഖം മറച്ചിട്ടായിരുന്നു എങ്കിൽ കൂടെ കൂട്ടത്തിലെ വില്ലെത്തിയെ ഇന്നലെ തന്നെ നോക്കി വെച്ചിരുന്നു ഡേവിഡ്. അവനെ കണ്ടപാടെ ചിന്നുവിൻ്റെയും അനുവിൻ്റെയും തലയിൽ ഒരുമിച്ച് ബൾബ് കത്തി. ഇന്നലെ ജോയലാണെന്ന് കരുതി തങ്ങളുടെ ആകസ്മികമായ ആക്രമണത്തിനു വിധേയനായ ചെറുപ്പക്കാരൻ ഈ ഇരിക്കുന്നവനാണെന്ന് ഏകദേശം രണ്ടും ഉറപ്പിച്ചു. അതിൻ്റെ കൂടെ അത് ആ വീട്ടിലെ മേരിയമ്മച്ചിയുടെ ഇളയ മോനാണെന്നുകൂടെ ചിന്നുവിനങ്ങ് ആ മുഖം കണ്ടപാടെ ഓർമ്മ വന്നു. എന്തോരം ഫോട്ടോസ് കാണിച്ചു തന്നിട്ടുണ്ട് മേരിയമ്മച്ചി. അനു ചിന്നു ശബ്ദം അടക്കി അടുത്ത് നിൽക്കുന്ന കുരുപ്പിനെ വിളിച്ചു. ആ, ഓടിക്കോ! ചിന്നു തിരിഞ്ഞോടി, ഒപ്പം അനുവും. പക്ഷെ ഒരടി കൂടുതൽ വെക്കുന്നതിന് മുമ്പേ മുന്നിൽ നിൽക്കുന്ന സംഭവത്തെ കണ്ട് രണ്ടും വിറങ്ങലിച്ച് നിന്നുപോയി. ഇതാര്? CID മൂസയിലെ അർജുനോ? ചിന്നുവും അനുവും ഒരുപോലെ ചിന്തിച്ചു പോയി. ആ സിനിമയിലല്ലാതെ ഇത്രയും പൊക്കവും വണ്ണവും ഉള്ളൊരു നായയെ രണ്ടാളും നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ചാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ടു എന്നൊരു ആത്മകഥം രണ്ടാളിലും ഉയർന്നു. പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീണാലോ എന്നാണ് ആദ്യം രണ്ടും ആലോചിച്ചത്. അല്ലെങ്കിൽ വേണ്ട, ചത്ത പോലെ നിൽക്കാം എന്നായി പിന്നെ. പുറകിൽ നിന്ന് ഡേവിഡ് തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന കാലൊച്ച രണ്ടിനും ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. അവൻ ഞൊടിയിടയിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ചിന്നുവിൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. ചിന്നു ഒന്ന് കുതറാൻ നോക്കി. കൊള്ളി! ചുണ്ടു ചുളുക്കി അവൻ പതിയെ അവളെ വിളിച്ചു. ആ വിളി ചിന്നു വ്യക്തമായി കേൾക്കുകയും ചെയ്തു. ഞാൻ കള്ളിയല്ല. ചിന്നു മുരണ്ടു. തൊട്ടടുത്ത നിമിഷം ഡേവിഡ് അവളുടെ മുഖത്തെ തുണി അങ്ങ് വലിച്ചു മാറ്റി. ഒരു ആനച്ചന്തൊക്കെയുണ്ട് പെണ്ണിനെ കാണാൻ. ഡേവിഡ് ഓർത്തുപോയി. നീ കള്ളിയല്ലാഞ്ഞിട്ടാണോടി നീ എൻ്റെ പറമ്പിൽ കക്കാറിങ്ങിയത്?
ഡേവിഡ് പുച്ഛത്തോടെ അങ്ങ് ചോദിക്കവേ ചിന്നു തൻ്റെ കൈ കുടഞ്ഞു മാറ്റിക്കളഞ്ഞു. മേരിയമ്മച്ചി പറഞ്ഞതാണല്ലോ മാങ്ങ പൊട്ടിച്ചോളാൻ. ചിന്നു ദേഷ്യത്തോടെ അങ്ങ് ചോദിച്ചു. അപ്പോഴേക്കും ദേ ആ ഗേറ്റും തുറന്ന് ഒരു കുഞ്ഞൻ ചെറുക്കൻ ഓടി വരുന്നു. അയ്യോ, ചിന്നു ചേച്ചി ഒന്നും ചെയ്യല്ലേ. അവൻ ഓടി വന്ന് ചിന്നുവിനും ഡേവിഡിനും ഇടയിലായി അങ്ങ് കയറി നിന്നു. അപ്പോഴേക്കും വർഗീസും വന്നിരുന്നു. ആഹാ, ഇവളുമാർ പിന്നെയും വന്നോ? വർഗീസ് ചിന്നുവിനെയും അനുവിനെയും കാണെ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മച്ചി മാങ്ങ പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാത്തും പതുങ്ങിയാണോ ഓടി വരുന്നേ? നേരം വഴിക്ക് വന്ന് പൊട്ടിക്കാൻ മേലെ. ഡേവിഡ് ചിന്നുവിനെ നോക്കി കണ്ണുരുട്ടി. ദേ, ഈ നിൽക്കുന്നവനോടാ അമ്മച്ചി പറഞ്ഞത്. എന്നിട്ട് നേരം വഴിക്ക് ഇവൻ പൊട്ടിക്കാൻ വന്നപ്പോൾ ഈ നിൽക്കുന്ന പരട്ട വർഗീസ് അവൻ്റെ കൈ തിരിച്ചൊടിച്ചു. അറിയാവോ? ചിന്നു വർഗീസിനെ നോക്കി മുരണ്ടു. ഡേവിഡ് മുന്നിൽ നിൽക്കുന്ന ആൺകുട്ടിയെ ഒന്ന് നോക്കി. ഒരു 10 വയസ്സ് കാണും. അവൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു കൈ കെട്ടിവെച്ചിട്ടുണ്ട്. ഡേവിഡ് വർഗീസിനെ ഒന്ന് നോക്കി. അയാൾ നിന്ന് പതറുന്നു. നേരാണോടോ? അവൻ വർഗീസിനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അയ്യോ, പച്ചക്കള്ളാണ് സാറേ, വർഗീസ് പതിയെ പറഞ്ഞു. ഇയാൾ വെറുതെ നുണ പറയുന്നതാ. നന്ദൂട്ടനോട് അമ്മച്ചി പറഞ്ഞതാ ഇഷ്ടം പോലെ പൊട്ടിച്ചു കൊണ്ടുപോയിക്കോളാൻ. ഇവനാകെ കാലിന് ദീനം ബാധിച്ച ഒരമ്മ മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടും കൂടെ അച്ചാറുണ്ടാക്കി വിറ്റാ ജീവിക്കുന്നത്. ഇവിടുത്തെ അമ്മച്ചി പറഞ്ഞതാ എത്ര വേണമെങ്കിലും നന്ദൂട്ടൻ വന്ന് പൊട്ടിച്ചോ എന്ന്. എന്നിട്ട് അമ്മച്ചി പോയപ്പോൾ ഇങ്ങനെ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഇവനെ തല്ലിയെ ഇറക്കി വിട്ടെ. അനു കൂടെ വാ തുറന്നോടെ അവർ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നി ഡേവിഡിന്. വാടാ നന്ദൂട്ട, ആ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും നല്ല സ്വഭാവമൊന്നും മോന് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ചിന്നു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഒപ്പം നന്ദൂട്ടനും അനുവും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഡേവിഡിന് അങ്ങ് ദേഷ്യം വന്നു. ഒരു കുട്ടിയുടെ കൈ തിരിച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഡേവിഡ് കണക്കിന് വർഗീസിനുള്ളത് അങ്ങ് കൊടുത്തു. വർഗീസിനെ ശാസിച്ച ശേഷം അകത്തേക്ക് കയറിയ ഡേവിഡ് നേരെ ഫോണെടുത്ത് അമ്മച്ചിക്ക് അങ്ങ് വിളിച്ചു. ഒറ്റ റിങ് ചെയ്ത് കഴിഞ്ഞതും മറുതലക്കൽ അമ്മച്ചിയുടെ വാത്സല്യം നിറഞ്ഞ ശബ്ദം കേട്ടു. എന്നതാടാ ഇത്ര നേരത്തെ? അവിടെ വിശേഷം വല്ലതുണ്ടോ? മേരി അമ്മച്ചി ചോദിച്ചു. അമ്മച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ഇവിടെ നന്ദൂട്ട എന്ന് പറഞ്ഞൊരു പയ്യൻ വരാറുണ്ടോ? ഡേവിഡ് സോഫയിൽ ചാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. അമ്മച്ചിയുടെ ശബ്ദത്തിൽ പെട്ടെന്നൊരാകുലത നിറഞ്ഞു. അയ്യോ മോനെ, നന്ദൂട്ടൻ വന്നോ? നീ അവന് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? പാവം കുട്ടിയാട്ടോ, മേരിയമ്മച്ചി പറഞ്ഞു. അവൻ മാത്രമല്ല അമ്മച്ചി, കൂടെ 2 പെൺപിള്ളേരുണ്ട്, ഡേവിഡ് പറഞ്ഞു. ആ, അത് ചിന്നുവും അനുവായിരിക്കും. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ വലിയ കൂട്ടം അവളായിരുന്നു. നന്ദൂട്ടൻ്റെ കാര്യം വലിയ കഷ്ടമാണ് ഡേവിഡെ. അവൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മയാണെങ്കിൽ തളർന്ന് കിടപ്പാണ്. അവർക്ക് ജീവിക്കാൻ ഒരു വരുമാനം ഇല്ലടാ. അച്ചാറിട്ട് വിറ്റിട്ടാണ് അവർ മരുന്നിനും ഭക്ഷണത്തിനും കാശുണ്ടാക്കുന്നത്. ഞാൻ വർഗീസിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ. ഡേവിഡ് അല്പം ഗൗരവത്തിലായി. പക്ഷേ വർഗീസ് പറഞ്ഞത് അവർ കക്കാൻ വരികയാണെന്നാണല്ലോ. അയാൾ ആ പയ്യൻ്റെ കൈ തിരിച്ചോടിക്കുകയും ചെയ്ത അമ്മച്ചി, ഡേവിഡ് പതിയെ പറഞ്ഞു. എൻ്റെ ഈശോയെ, ആ വർഗീസ് ഇത്രയും ക്രൂരത കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മച്ചിയുടെ ശബ്ദം ഇടറി. ഡേവിഡെ, മോൻ വന്ന സ്ഥിതിക്ക് അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കണം. ചിന്നു പാവാണ്, പക്ഷെ സ്വല്പം തൻ്റെ ഇടിയാണ്. അവളോട് സ്നേഹത്തോടെ സംസാരിച്ചാൽ അവൾ ജീവൻ വരെ തരും. നീ ഇപ്പോൾ തന്നെ നന്ദൂട്ടൻ്റെ വീട്ടിൽ പോകണം. അമ്മച്ചിക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഡേവിഡിന് തൻ്റെ പെരുമാറ്റത്തിൽ കുറ്റബോധം തോന്നി. ശരി അമ്മച്ചി, ഞാൻ പോയി അവരെ കണ്ടോളാം. വർഗീസിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാ എൻ്റെ മിടുക്കം കൊച്ച്. പിന്നെ ഡേവിഡേ, ചിന്നുവിനെ നീ സൂക്ഷിക്കണം. അവൾ കുറച്ച് കടുപ്പക്കാരിയാണ്. നിൻ്റെ വേലത്തരൊന്നും അവളോട് വേണ്ട കേട്ടോ, അമ്മച്ചി തമാശയായി പറഞ്ഞു. എന്ത് വേലത്തരം? ഡേവിഡ് പതിയെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ഞുഞ്ഞാണെന്ന് നിൻ്റെ അമ്മച്ചിക്ക് നന്നായിട്ടറിയാം. അവിടെ അവനെ കളിയാക്കി. അതൊക്കെ ഒരു തമാശക്കല്ല അമ്മച്ചി. ആ തമാശയും കൊണ്ട് അവളുടെ അടുത്ത് പോകണ്ട എന്നാ ഞാൻ പറഞ്ഞേ. മേരി ചിരിച്ചു. ഒപ്പം ഡേവിഡും. അമ്മച്ചി പറഞ്ഞ ലൊക്കേഷൻ വെച്ച് കായലോരത്തെ ചെറിയ വീട് കണ്ടുപിടിക്കാൻ ഡേവിഡിന് അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ഓലമേഞ്ഞ ആ വീടിന് മുന്നിൽ ജീപ്പ് നിർത്തുമ്പോൾ ഡേവിഡ് ചുറ്റും ഒന്ന് നോക്കി. മുറ്റത്ത് ഒരു കസേരയിൽ നന്ദൂട്ട ഇരിപ്പുണ്ട്. ജീപ്പ് വരുന്നത് കണ്ടതും അവൻ പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പേടിക്കണ്ടടോ നന്ദൂട്ട, ഇത് ഞാനല്ലേ, നിങ്ങളുടെയൊക്കെ മേരി അമ്മച്ചിയുടെ മോൻ. ഡേവിഡ് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ജീപ്പിൻ്റെ പിന്നിൽ നിന്നും കരുതിയിരുന്ന വലിയൊരു കവർ സാധനങ്ങളും അവൻ കയ്യിലെടുത്തു. സാർ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇനി ഞങ്ങൾ അങ്ങോട്ട് വരില്ല, ഉറപ്പാ, നന്ദൂട്ടൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു.
അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ഇന്നലത്തെ ആ ഭയം ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടടാ, നിന്റെ കൈയൊന്ന് കാണട്ടെ. ഡേവിഡ് സ്നേഹത്തോടെ അവൻ്റെ കൈ പരിശോധിച്ചു. ആ വർഗീസിനെ ഞാൻ പറഞ്ഞു വിട്ടു. ഇനി നിന്നെ ആരും ഉപദ്രവിക്കില്ല. നാളെ നിന്റെ ചേച്ചിമാരെയും കൊണ്ട് അങ്ങ് പോരെ. നന്ദു ഡേവിഡിനെ അതിശയഭാവത്തിൽ ഒന്ന് നോക്കി. നന്ദുട്ടാ, ആരാടാ അത്? ഡേവിഡ് അകത്തേക്ക് കയറി. ഒരു ചെറിയ മുറിയിൽ അടുപ്പിനരികിൽ വീൽ ചെയറിൽ ഇരിപ്പാണ് നന്ദൂട്ടൻ്റെ അമ്മ. ആ മുറിയിലാകെ മാങ്ങയുടെയും വിനാഗിരിയുടെയും ഒക്കെ സമ്മിശ്ര ഗന്ധമാണ്. അവർക്ക് ജീവിക്കാനുള്ള ഏകമാർഗം ഈ അച്ചാർ നിർമ്മാണമാണെന്ന് ആ കാഴ്ചയിൽ തന്നെ വ്യക്തമായിരുന്നു. ഡേവിഡ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ മേരിയമ്മച്ചിയുടെ മകനാണ്. ഡേവിഡ്, അമ്മച്ചി വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യം. ഡേവിഡ് കയ്യിലുണ്ടായിരുന്ന പലചരക്ക് സാധനങ്ങളും മറ്റും അവിടെ ഒരു മൂലയിലേക്ക് വെച്ചു. പിന്നെ നന്ദൂട്ടൻ്റെ കൈ നമുക്ക് നാളെ ടൗണിൽ പോയി നല്ലൊരു ഡോക്ടറെ കാണിക്കണം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാൻ കേട്ടോ. അവൻ തൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ആ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതിപ്പോൾ കയ്യിൽ വെച്ചോളൂ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. വർഗീസിനെ പേടിക്കണ്ട. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ദൈവം അയച്ചതാ മോനെ നിങ്ങളെ, അവർ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ഡേവിഡ് പതിയെ ഒന്ന് ചിരിച്ചു. ഡേവിഡ് ആ വീട്ടിൽ നിന്ന് തിരികെ ഇറങ്ങി. ജീപ്പിനടുത്തേക്ക് നടക്കുമ്പോഴാണ് അപ്പുറത്തെ ഇടവഴിയിലൂടെ ഒരാൾ വരുന്നത് കണ്ടത്. കയ്യിൽ ഒരു ചെറിയ പൊതിയുമായി വേഗത്തിൽ നടന്നു വരുന്ന ചിന്നു. തൊട്ടപ്പുറമാണ് അവളുടെ വീട്, അതിനപ്പുറം അനുവിൻ്റെയും. ഡേവിഡിനെ അവിടെ കണ്ടതും അവൾ പെട്ടെന്ന് നിന്നു. അവളുടെ മുഖത്ത് അത്ഭുതം. തനിക്കിവിടെ എന്താ കാര്യം? ചിന്നു ഇടുപ്പിൽ കൈകൊത്തി നിന്നുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. ഡേവിഡ് ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഞാൻ നിന്നെ ഒന്ന് തേടിയിറങ്ങിയതാ, ഡേവിഡ് പതിയെ പറഞ്ഞു. എന്നെയോ? എന്തിന്? ചിന്നു കണ്ണ് ചുരുക്കി. ഒന്ന് കാണാൻ. ഇന്നലെ കണ്ടങ്ങ് മതിയായില്ലെന്നേ. കാറ്റുപോലെ ഡേവിഡിൻ്റെ സ്വരം. ചിന്നു ആ പറച്ചിലും നോട്ടത്തിലും ചെറുതായി ഒന്ന് പതറി. ചിന്നു ചേച്ചി, സാറ് കൊണ്ടുവന്ന് തന്നതാ. തിണ്ണയിലിരിക്കുന്ന സാധനങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നന്ദു പറയവേ ചിന്നുവിൻ്റെ മുഖം ഒന്ന് അയഞ്ഞു. അമ്മച്ചി പറഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ? ചോദിക്കുമ്പോൾ ചിന്നുവിൻ്റെ മുഖത്ത് ഒരു പുച്ഛ ഭാവം. സ്വയം തോന്നലിൽ വന്നതൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കാതെ ചോദിക്കുന്ന പോലെ. അത് കൊച്ചു പറഞ്ഞത് നേരാ. അമ്മച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ വരവ് എന്തായാലും നന്നായി എന്ന്. കൊച്ചിനെ ഒന്നുകൂടെ കാണാത്തല്ലോ. ചുണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് ഡേവിഡ് ഒന്ന് ചിരിച്ചു. ചിന്നു ആ ചിരിയിൽ വിളറി വെളുത്തു പോയി. അപ്പോൾ പോയിക്കോട്ടെ വെച്ചേ, ഇനിയും കാണാം, ഡേവിഡ് പതിയെ പറഞ്ഞു. ഓ വേണമെന്നില്ല. ചിന്നുവും തിരിച്ചടിച്ചു. എനിക്ക് വേണമെന്നുണ്ടെങ്കിലോ? വീർത്തു പൊട്ടാനായ അവളുടെ ഉണ്ടക്കവിളിൽ അവൻ വിരൽ കൊണ്ട് കുത്തി ചോദിക്കവേ ചിന്നു ആ കൈയങ്ങ് തട്ടി മാറ്റി. ഓ ഗോഡ്! ഡേവിഡ് വണ്ടി ഒന്ന് വെട്ടിച്ചു മാറ്റി. പക്ഷെ അപ്പോഴേക്കും സൈക്കിളുമായി വട്ടം കയറി വന്നവൾ നിലത്തേക്ക് ഉരുണ്ടു വീണിരുന്നു. ഒപ്പം ആ വഴിയിലൊട്ടാകെ സൈക്കിളിൽ വെച്ചിരുന്ന പാലും തട്ടിപ്പരന്നിരുന്നു. ഡേവിഡ് തലയിൽ കൈവച്ചു പോയി. ഡേവിഡ് ആ വീടിനകത്ത് ഏറെ നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ വെറുതെ നാടൊന്ന് കാണാൻ ഒരു കൊതി. വണ്ടിയെ എടുത്തിറങ്ങിയപ്പോൾ ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഡേവിഡ് അല്പം ആശങ്കയോടെ പുറത്തേക്ക് ഇറങ്ങി. ഉരുണ്ട് വീണ് കിടന്നിരുന്ന ചിന്നു ഒരു നിമിഷം കൊണ്ട് ചാടി എഴുന്നേറ്റു. എടോ, രാവിലെ തന്നെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കുകയാണോ? ചിന്നു കൈമുട്ടിൽ ഉരഞ്ഞുപോയ തൊലിപ്പുറത്തെ മണ്ണ് നീക്കിക്കൊണ്ട് അവന് നേരെ മുരണ്ടു. പൊടുന്നനെ ഡേവിഡിൻ്റെ കണ്ണുകൾ അവളിൽ അടിമുടി ഒന്ന് തഴുകിപ്പോയി. ശാലീന സുന്ദരി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഊഫ്! കഴിഞ്ഞ 2 വട്ടവും അവളെ കണ്ടപ്പോൾ ഒരു കോട്ടൺ ചുരിദാറോ മറ്റോ ആയിരുന്നു വേഷം. ഇതിപ്പോൾ ധാവണിയൊക്കെ എടുത്തിട്ട് പെണ്ണങ്ങോട്ട് ഉഷാറായിട്ടുണ്ട്. ആ നോട്ടവും ഭാവവും കാണേ ചിന്നുവിൻ്റെ ദേഷ്യം 2 ഇരട്ടിയായി. ഡോ, താനിത് ഏത് ലോകത്താ? ചിന്നു അവന് നേരെ കണ്ണുരുട്ടി. കൊച്ചേ, ഞാൻ കണ്ടില്ലടോ പെട്ടെന്ന്. മുഖത്ത് 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ, എന്നിട്ടും കണ്ടില്ലേ? മര്യാദക്ക് എൻ്റെ പാലിൻ്റെ പൈസ അങ്ങ് എടുത്തോ. അതെവിടുത്തെ ന്യായാണ്? ഇയാൾ ഇങ്ങോട്ട് വന്ന് ചാടിയിട്ട് പൈസ ഞാൻ അങ്ങോട്ട് തരണോ? അവൻ കാറിലേക്ക് ചാടി നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണം, ചിന്നു പല്ലിറിമി. എന്നാൽ നിന്നെ കൊണ്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ നീ മേടിക്ക്, ഡേവിഡും ചിരിയോടെ പറഞ്ഞു. എന്താ ചിന്നു പ്രശ്നം? തൊട്ടരികിൽ നാട്ടുകാരിൽ ഒരാളെ കണ്ടപ്പോഴാണ് അവൾക്ക് അല്പം ആശ്വാസം തോന്നിയത്. കൂടെ നാട്ടിലുള്ള വേറെ 2 പേരും കൂടെയുണ്ട്. കാലത്ത് പണിക്ക് പോകുന്നവരാണ് അവർ. ചേട്ടാ, ഞാൻ മര്യാദക്ക് സൈക്കിൾ ഓടിച്ചു വരുമായിരുന്നു. അന്നേരമാണ് ഇങ്ങർ വണ്ടി കൊടുന്ന് സൈക്കിൾ ഇടിച്ചത്. ചായക്കടയിൽ ചായക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. ഇനി ഞാൻ ജോസേട്ടനോട് എന്ത് പറയും ദൈവമേ? പാല് മൊത്തം പോയല്ലോ, ചിന്നു പതിയെ പറഞ്ഞു. ഡോ, മര്യാദക്ക് കൊച്ചിൻ്റെ കാശ് കൊടുക്കടോ. കൂടി നിന്ന് മറ്റു 2 പേരും ഡേവിഡിനോട് തട്ടിക്കയറി.
ഡേവിഡും ആദ്യം ചെറുത്തു നിന്നെങ്കിലും പരിചയമില്ലാത്ത ഇടവും അതിനു പുറകെ 3 പേര് ഉള്ളിടത്ത് 4, 5, 6 പേരായി പെരുകുന്നതും അവൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിലും നാട്ടുംപുറത്തെ ഒരു പ്രത്യേകത അത് തന്നെയാണല്ലോ. പുറത്തുനിന്ന് ഒരാളെ നേരിടുമ്പോൾ അവിടെ ഒറ്റക്കെട്ടായിരിക്കും. ഒടുവിൽ ഡേവിഡിന് മനസ്സില്ലാ മനസ്സോടെ അല്ലെങ്കിലും ആ പണം കൊടുക്കേണ്ടി വന്നു. ചിന്നുവിൻ്റെ അടുത്ത് ഒരു ക്ഷമാപണം കൂടെ നടത്തിച്ചിട്ടേ അവർ ഡേവിഡിനെ വിട്ടുള്ളൂ. പ്രശ്നം ഒത്തുതീർപ്പായതോടു കൂടി നിന്ന നാട്ടുകാർ പിരിഞ്ഞുപോയി. ചിന്നു ചെറിയൊരു പരിഹാസ ഭാവത്തോടെ അവനൊന്ന് അട്ടിമുട്ടി ഒഴിഞ്ഞുകൊണ്ട് സൈക്കിളിലേക്ക് തന്നെ കയറി. ഡേവിഡ് കാറിലേക്ക് കയറിയിരുന്ന് സ്റ്റിയറിംഗിൽ പിടിമുറുക്കി. ചിന്നു പോകുന്ന വഴിയായിരുന്നു അവൻ്റെ കണ്ണുകൾ അത്രയും. ആളും തിരക്കും ഒഴിഞ്ഞ് എന്ന് കണ്ടപ്പോൾ ഒരിടവഴിയിലിട്ട് ഡേവിഡിൻ്റെ ഒരിക്കൽ കൂടെ അവളെ പിടുത്തം കിട്ടി. അരികിലൂടെ പാഞ്ഞു വന്ന കാറിൻ്റെ വേഗത ഒന്ന് കൂടിയപ്പോൾ ചിന്നുവിന് ബാലൻസ് കിട്ടിയില്ല. സൈക്കിളുമായി ഒരിക്കൽ കൂടെ അവൾ തല്ലിപ്പിടിച്ച് താഴേക്ക് വീണു. ഡേവിഡിന് അത് കാണെ വെറുതെ ഒരു മനസ്സുഖം അങ്ങ് തോന്നിപ്പോയി. അയ്യോ, കൊച്ചു പിന്നെയും വീണോ? കൈമുട്ടൊഴിയുന്നവളുടെ അരികിലേക്ക് ഡേവിഡ് മുട്ടുകുത്തിയിരുന്നു. ദേ! ചിന്നു വേദന കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ നോക്കിക്കൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടി. ഏയ്, നീ കൊള്ളാലോടി കൊച്ച്, ആണുങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നോ? ഡേവിഡ് അവളുടെ വിരൽ അങ്ങ് പിടിച്ചു വെച്ചു. ആ പിടുത്തത്തിൻ്റെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് ചിന്നുവിന് വേദനിച്ചു തുടങ്ങി. വീട്! ചിന്നു മറുകൈ കൊണ്ട് അവൻ്റെ ചുമലിൽ തല്ലി കൈ വേർപ്പെടുത്താൻ ശ്രമിച്ചു. ആഹാ, നിനക്ക് ഇത്ര പിടിച്ചല്ലോ? ഡേവിഡ് മറുകൈ കൊണ്ട് അങ്ങ് കൂട്ടിപ്പിടിച്ചതോടെ ചിന്നുവിന് ഭയം തോന്നി. അവൻ്റെ ആ കൈക്കരുത്ത്! അവനുമായി ആ ഒരു പ്രശ്നത്തിന് നിൽക്കാൻ തോന്നിയ ആ നിമിഷത്തെ അവൾ ഉള്ളാലെ ശപിച്ചു. എന്തായാലും നീ കൊള്ളാം. എനിക്കു ഈ റബ്ബർ പോലെ തുള്ളുന്ന പെണ്ണുങ്ങളെ അടക്കി ഒതുക്കി അങ്ങ് നിർത്താൻ വലിയ ഇഷ്ടവാ. ഡേവിഡ് അത്രയും അടുപ്പിച്ച് മുഖം താഴ്ത്തിക്കൊണ്ട് പറയവേ ചിന്നുവിന് ദേഷ്യം വന്നുപോയി. തൊട്ടടുത്ത നിമിഷം സകല ശക്തിയെടുത്ത് കുതറിക്കൊണ്ട് അവൾ കൈ വെടിച്ചെടുത്ത് അവൻ്റെ കരണം പുകച്ചൊന്നങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നു. ഡേവിഡ് പകപ്പോടെ ചാടി എഴുന്നേറ്റു. തൊട്ടടുത്ത നിമിഷം അവളും. ഡേവിഡിൻ്റെ ബുദ്ധി പ്രവർത്തിക്കും മുമ്പേ ചിത്ര അവൻ്റെ അരികിൽ നിന്നും കുതിച്ചോടിയിരുന്നു. എൻ്റെ അമ്മോ, ഈ ജാതി അടി! ഡേവിഡ് കവിളൊന്നൊഴിഞ്ഞുകൊണ്ട് പതിയെ ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് അനുവും നന്ദുവും ഡേവിഡും നല്ല കൂട്ടായി. അവരുടെ ഒപ്പം ചിന്നുവും ഉണ്ടാവാറുണ്ടെങ്കിലും അവൾ ഡേവിഡിൽ നിന്നും മനഃപൂർവ്വം ഒരു അകലം പാലിച്ചു. പക്ഷെ അവന് ചിന്നുവിനെ പ്രകോപിപ്പിക്കുന്നത് നല്ല ഇഷ്ടമായിരുന്നു. അതവൻ മുറക്ക് ചെയ്യുന്നുമുണ്ടായിരുന്നു. എപ്പോഴോ ഡേവിഡിന് അവളോട് അടക്കാൻ പറ്റാത്ത പ്രണയം തുടങ്ങി. ആ ഇഷ്ടം അവൾക്കും തിരിച്ചുണ്ടെന്ന് അവന് തോന്നിത്തുടങ്ങി. അന്നൊരു ദിവസം രാത്രി നന്ദുവിൻ്റെ അമ്മക്ക് ശ്വാസം മുട്ട് കൂടുതലായിരുന്നു. പേടിച്ച് കിടച്ച നന്ദൂട്ടൻ നേരെ ഓടിയത് ഡേവിഡിൻ്റെ അടുത്തേക്കാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഡേവിഡ് ജീപ്പുമായി അവിടെ എത്തി. അപ്പോഴേക്കും വിവരമറിഞ്ഞ് ഓടിപ്പിടിച്ച് ചിന്നു അവിടെ എത്തിയിരുന്നു. പേടിക്കണ്ടടാ, നമുക്ക് വേഗം ആശുപത്രിയിൽ എത്തിക്കാം. ചിന്നു, നീ കൂടെ കയറിക്കോ, ഡേവിഡ് ഗൗരവത്തിൽ പറഞ്ഞു. ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ ഡേവിഡിൻ്റെ ജീപ്പിന് വേഗത കൂടുതലായിരുന്നു. ചിന്നു അന്നേരം നന്ദുവിനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഡേവിഡ് മിററിലൂടെ അവളെ തന്നെ നോക്കി. അവളുടെ ആ പഴയ തൻ്റെയിടമൊന്നും ഇപ്പോഴില്ല. പകരം ആ കണ്ണുകളിൽ ആർദ്രതയും ഭയവുമായിരുന്നു. കുറച്ചധികം നേരം ഇരുവർക്കും ആ ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ നന്ദുവിൻ്റെ അച്ഛൻ്റെ ബന്ധത്തിലുള്ള ബന്ധുക്കൾ വന്നപ്പോഴാണ് അവർ തിരികെ വന്നത്. ഡേവിഡും ചിന്നുവും തിരികെ വീട്ടിലേക്ക് തിരിച്ചു. രാത്രി ഏറെ വൈകിയിരുന്നു. കായലോരത്ത് വിജനമായ വഴിയിലൂടെ ഡേവിഡിൻ്റെ ജീപ്പ് പതിയെ നീങ്ങി. ജീപ്പിനകത്ത് ആകെ നിശബ്ദത. ഇടയ്ക്ക് വണ്ടിയിൽ നിന്നും വരുന്ന പാട്ടിൻ്റെ താളം മാത്രം. എനിക്കിവിടെ ഇറങ്ങിയാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. ചിന്നു വണ്ടി ഒന്ന് നിർത്താൻ ആംഗ്യം കാണിച്ചു. ഡേവിഡിനൊപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അവൾക്കെന്തോ ഒരു മടി തോന്നിപ്പിച്ചു. ഈ പാതിരാത്രി നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടണമെന്നാണോ? എന്നിട്ട് വേണം ആരെങ്കിലും നിന്നെ പൊക്കിക്കൊണ്ടു പോവാൻ? ഡേവിഡ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അതൊന്നും സാറിനറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. ഓ, നോക്കാൻ അറിയാവുന്നത് കൊണ്ടാണല്ലോ അന്ന് എൻ്റെ കരണം നോക്കി ഒന്ന് തിന്നത്. ഇപ്പോഴും അവിടെ ചെറിയൊരു നീറ്റലുണ്ട് കൊച്ചേ, ഡേവിഡ് കുസൃതി ചിരിയോടെ കവിൾ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ചിന്നുവിൻ്റെ മുഖമൊന്ന് വിളറി. അവൾ പതിയെ പുറത്തേക്ക് നോക്കി. അത് സാറന്ന് മോശമായി പെരുമാറിയതുകൊണ്ടല്ലേ? ഞാൻ എന്ത് മോശമാണ് കാണിച്ചേ? നിന്റെ വിരലൊന്ന് പിടിച്ചതോ അതോ മുഖത്തോട്ടൊന്ന് നോക്കിയതോ? ഡേവിഡ് ജീപ്പ് പെട്ടെന്ന് ഒരു വശത്തേക്കൊന്ന് നിർത്തി. ചിന്നു ഞെട്ടിപ്പോയി. എന്തിനാ വണ്ടി നിർത്തിയത്? എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. നീ വലിയ തെണ്ടേടിയാണെന്നൊക്കെ അമ്മച്ചി പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡേവിഡ് അവൾക്ക് നേരെ അല്പം നീങ്ങിയിരുന്നു. ചിന്നുവിന് ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നി.
അവൻ്റെ ആ ബ്ലാക്ക് ഷർട്ടിൽ നിന്നും വരുന്ന പെർഫ്യൂമിൻ്റെ മണവും ആ കടുപ്പമുള്ള കണ്ണുകളും അവളെ ശരിക്കും തളർത്തി. തനിക്കെന്നെ ഇഷ്ടമാണോ ചിന്നു? അവൻ്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. ഒട്ടും ഇഷ്ടമല്ല. കണ്ടൂടെ എനിക്ക് സാറിനെ, അവൾ പതർച്ചയോടെ പറഞ്ഞു. ഉവ്വ, കണ്ടൂടാത്തത് കൊണ്ടാണോ നീ രാത്രി എൻ്റെ കൂടെ ജീപ്പിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? അവൻ അവളുടെ മുടിയിഴകൾ ഒന്ന് തൊടാൻ ശ്രമിച്ചു. കൈ മാറ്റിക്കേ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങി ഓടും. ചിന്നു അവനെ തടയാൻ ശ്രമിച്ചു. ഡേവിഡ് ചിരിച്ചുകൊണ്ട് സീറ്റിൽ ചാരിയിരുന്നു. ചിന്നുവിന് ദേഷ്യം വന്നു. അവൾ മുഖം വീർപ്പിച്ചിരുന്നു. സാർ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, എനിക്ക് വീട്ടിൽ പോകണം. ഡേവിഡ് ഒരു ചിരിയോടെ വണ്ടി മുൻപോട്ടെടുത്തു. മേരി അമ്മച്ചിയുടെ ഫോൺ അന്ന് വരുമ്പോൾ ചിന്നു അടുക്കളയിൽ നല്ല പണിയിലായിരുന്നു. ഡേവിഡ് വന്നതിൽ പിന്നെയാണ് അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിക്കാനും വീഡിയോ കോൾ വിളിക്കാനും എല്ലാം തുടങ്ങിയത്. ഇപ്പോൾ പണ്ടത്തേതിലും കൂട്ടാണ് രണ്ടും. എൻ്റെ കുഞ്ഞെ, ഇന്ന് എൻ്റെ ഡേവിഡിൻ്റെ പിറന്നാളാണടി. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവന് ഒരു നേരത്തെ ഭക്ഷണം പോലും നേരെ ചൊവ്വ കിട്ടിക്കാണത്തില്ല കൊച്ചേ. നീ അവന് ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുക്കുവോ? അമ്മച്ചിയുടെ സ്നേഹപൂർണ്ണമായ അപേക്ഷ നിരസിക്കാൻ ചിന്നുവിനൊട്ടും കഴിഞ്ഞില്ല. സേമിയവും പാലും പഞ്ചസാരയും ഒക്കെ എടുത്ത് ചിന്നു അടുക്കളയിൽ കയറി. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടുമ്പോൾ പായസത്തിൻ്റെ മണം ആ വീടാകെ പടർന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം മുട്ടിടുന്നുണ്ടോ എന്ന് ചിന്നു സംശയിച്ചു. പക്ഷേ പുറമേ അവൾ അത് സമ്മതിച്ചു കൊടുത്തില്ല. അനുവേ, നീ കൂടെ വരുന്നുണ്ടോ? പായസം കൊടുക്കാൻ പോകാൻ നേരമാണ് ചിന്നു ചോദിച്ചത്. ഓ, നീ നിൻ്റെ കെട്ടിയോന് പായസം കൊടുക്കാൻ എന്തിനാണ് ഞാൻ വരുന്നത്? അനു കളിയാക്കി ചിരിയോടെ ചിന്നു ഒന്ന് കടുപ്പിച്ച് അവളെ നോക്കി. ഒടുവിൽ പായസം ഒരു പാത്രത്തിലാക്കി ചിന്നു തരിച്ച് കുരിശിങ്കൽ വീട്ടിലേക്ക് തിരിച്ചു. ഡേവിഡ് അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് തൻ്റെ ബിസിനസ് സംബന്ധമായ ചില കോളുകളിലായിരുന്നു. പിറന്നാളെന്ന ചിന്തയൊന്നും അവൻ്റെ തലയിലുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. കതക് തുറന്ന ഡേവിഡ് അത്ഭുതപ്പെട്ടു പോയി. കയ്യിൽ ഒരു പാത്രമായി ചിന്നു നിൽക്കുന്നു. അവളുടെ മുഖത്ത് ഒരു ചെറിയ പരിഭ്രമം. താൻ ഇതെന്താ ഈ നേരത്ത്? എന്നെ കാണാൻ വന്നതാണോ? ഡേവിഡ് കുസൃതിയോടെ ചോദിച്ചു. പെട്ടെന്ന് ചിന്നു പാത്രം അവന് നേരെ നീട്ടി. പിറന്നാളാശംസകൾ, ചിന്നു പതിയെ പറഞ്ഞു. ഡേവിഡ് ഒന്ന് ഞെട്ടി. എൻ്റെ പിറന്നാളാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അമ്മച്ചി വിളിച്ച് പറഞ്ഞിരുന്നു. ചിന്നു നിലത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡേവിഡിൻ്റെ ഉള്ളിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ കതക് അല്പം കൂടെ തുറന്നു. പായസം തിന്നിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? അകത്തേക്ക് വാ. സംഭവം താൻ ഉണ്ടാക്കിയതാണെങ്കിലും എൻ്റെ വക ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോവാം. ദേ, പിറന്നാളുകാരൻ്റെ ക്ഷണം തള്ളരുത് കേട്ടോ. വേണ്ട, എനിക്ക് വീട്ടിൽ തിരക്കുണ്ട്. ചിന്നു തിരിയാൻ നോക്കി. പക്ഷേ ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ചു. ആ സ്പർശനത്തിൽ ചിന്നുവിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അകത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഡേവിഡ് പായസം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു. ചിന്നു അവിടെ തന്നെ നിന്നു. എങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. രുചിയുണ്ടോ എന്ന് നോക്കട്ടെ. ഡേവിഡ് ഒരു സ്പൂൺ കുടിച്ചു. ആ, കൊള്ളാം. പക്ഷേ ഇതിൽ എന്തൊരു സാധനത്തിൻ്റെ കുറവുണ്ടല്ലോ. എന്ത്? പഞ്ചസാര കുറവാണോ? ചിന്നു വേവലാതിയോടെ അരികിലേക്ക് വന്നു. ഡേവിഡ് പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ തനിക്ക് നേരെ വലിച്ചടുപ്പിച്ചു. ചിന്നുവിൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. മധുരം കുറവാണോ എന്ന് ചോദിച്ചാൽ നിൻ്റെ ഈ ചുണ്ടിലെ മധുരം കൂടെ ചേർത്താൽ ശരിയാവും. ഡേവിഡ് അവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. ചിന്നുവിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ഒരിത്തിരി മധുരം ഞാൻ എടുത്തോട്ടെ? ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിൽ തൊട്ടിരുന്നു. എപ്പോഴും അവനിൽ വന്യഭാവങ്ങൾ ഉടലെടുത്തപ്പോൾ ചിന്നു അവനെ തള്ളി മാറ്റി. ഇപ്പം മധുരം ഉണ്ട് കേട്ടോ, ഡേവിഡ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തന്നെ അവളുടെ മുഖം തുടച്ചു കൊടുത്തു. കവിളിൽ ഒരു നനുത്ത മുത്തവും കൊടുത്തു. ഇച്ചായനെ ഇഷ്ടാണോടി? ഡേവിഡ് ചിരിയോടെ ചോദിച്ചു. അവൾ വിലങ്ങനെ തലയാട്ടി. ഡേവിഡ് പതിയെ ചിരിച്ചു. ഇഷ്ടാണെന്ന് ഇച്ചായനറിയാം. ഇല്ലെങ്കിൽ എൻ്റെ ചിന്നു ഈ കടുങ്കൈ ചെയ്തതിന് എന്നെ ബാക്കി വെക്കുമായിരുന്നോ? ഡേവിഡ് അവളുടെ കവളിൽ പതിയെ ഒന്ന് കടിച്ചു. ചിന്നുവിന് നൊന്തു. സുഖമുള്ളൊരു നോവ്. അവിടം തൊട്ട് ഇച്ചായനും അവൻ്റെ കൊച്ചും കൂടെയുള്ള അടിപിടിയും പ്രണയ നിമിഷങ്ങളും പൂത്തുലയുകയായിരുന്നു. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ? അപ്പോൾ അവസാനിച്ചു. സൂര്യകാന്തി. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കാൻ ആരും മറന്നേക്കല്ലേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു ചാനൽ കൂടെ എനിക്കുണ്ട്, കഥാജാലകം. അറിയാത്തവർക്ക് വേണ്ടിയാണ് പിന്നെയും പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് അതിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കേണ്ടതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. പുതിയൊരു കഥയുമായി എത്ര എളുപ്പം വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.